ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ഔട്ട്ലെറ്റിൻ്റെ നെക്സ്റ്റ് ലെവൽ അപ്ഡേറ്റ് ആണ്. ഈ ഔട്ട്ലെറ്റ് ബിൽഡ് ചെയ്ത് തുടങ്ങുന്ന ടൈമിൽ 1 സ്ക്വയറിൻ്റെ GA പൈപ്പിൽ ഒരു ഫ്രെയിം മാത്രമാണ് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ അതിലോട്ടാണെങ്കിൽ 2 ചെറിയ പില്ലർ കൊടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഈ GA പൈപ്പിലുള്ള ഒരു തൂണിനെ കട്ട് ചെയ്തിട്ട് ഈ പില്ലറിനകത്ത് ഇറക്കി വയ്ക്കുകയാണ്. അതെന്തിനെന്ന് ഉള്ളത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. ഈ കോൺക്രീറ്റ് ചെയ്യണ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇതെല്ലാം വേസ്റ്റ് വുഡ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഫ്രെയിം, കോൺക്രീറ്റ് ചെയ്യേണ്ട ഫ്രെയിമൊക്കെ റെഡിയാക്കിയിട്ടുള്ളത്. ഈ 2 ചെറിയ പില്ലറിൻ്റെ ഇടയിലോട്ട് നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ബ്രിക്സ് വെച്ചിട്ട് ഒരു കെട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു കെട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബ്രിക്സൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഹോം മെയ്ഡ് വീട്ടിലുള്ള സോയിൽ വെച്ചിട്ട് ബ്രിക്സ് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ എൻ്റെ ചാനലിൽ തന്നെ ഉണ്ട്. ഈ ഒരു കളർ കോമ്പിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബ്രിക്സ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഫിനിഷിങ് വർക്കായാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാവർക്കും അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു റൂം വയ്ക്കണം, അല്ലെങ്കിൽ ഒരു ഷോപ്പിന് വേണ്ടിയിട്ട് ഒരു റൂം ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് കോസ്റ്റ് കുറച്ച് നമുക്ക് ലുക്കായിട്ട് നാച്ചുറലി തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഔട്ട്ലെറ്റിൻ്റെ വർക്ക് ഫുള്ളി ഡിഫറൻ്റ് ആയിരിക്കണം. നമ്മൾ ഏത് ആംഗിളിൽ നിന്ന് നോക്കിയിരുന്നാലും അതിനൊരു വെറൈറ്റി ലുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ ഫുള്ളി അറേഞ്ച്ഡ് ആയിരിക്കണം. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു സിഗ്നേച്ചർ വർക്കാണ്. ആക്ച്വലി നമ്മുടെ നാട്ടിലാണെങ്കിൽ ഔട്ട്ലെറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒന്നും ഇല്ല. ഇപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് ഇവിടെ ഇങ്ങനെ ഒരു ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരണം. അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ അടുത്താണെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള അഭിപ്രായമാണ് ഉള്ളത്. ഇതൊക്കെ നടക്കുമോ, ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ ചെയ്യണത്, ഇവിടെ നീ എന്ത് സെയിൽ ചെയ്യാൻ പോവുകയാണ് എന്നെല്ലാം എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ളൊരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഡ്രീം, എൻ്റെ തോട്ട് അതെല്ലാം ഞാൻ ഒരു ഡേ സക്സസ് ആക്കും, 100% സക്സസ് ആക്കും. ആ വിന്നിങ് ആവുന്ന ഡേയിൽ നമ്മളെ ഫസ്റ്റ് ഡേയെക്കുറിച്ച് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എല്ലാം ക്ലിയർ ആയിട്ട് എടുത്ത് വയ്ക്കുന്നത്. ഇപ്പോൾ ഇവിടെ ബ്രിക്സ് എല്ലാം കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തേക്ക് 1 ഫീറ്റ് വിഡ്ത്തിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഇതിൽ വുഡെല്ലാം അടിക്കുന്നത്, കോൺക്രീറ്റ് ചെയ്യണ ഈ വീഡിയോ ഒന്നും ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. കാരണം അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ഇത് ക്യൂർ ആയതിന് ശേഷം നമ്മളിതിലൊന്ന് ഇളക്കിയെടുക്കുകയാണ്. അപ്പോൾ ഒരാഴ്ചയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ തടിയെല്ലാം ഞാൻ ഇളക്കിയെടുക്കുന്നത്. ഈ വീഡിയോ ഫുള്ളായിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 1.5 മന്ത് എബോ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഫില്ലർ ചെയ്തിട്ട് അത് ക്യൂർ ആവാൻ ടൈം കൊടുത്ത്, പിന്നെ ബ്രിക്സ് കെട്ടിയിട്ട് ക്യൂർ ആവാൻ ടൈം കൊടുത്ത്, അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് ഇത് ചെയ്തിട്ടുള്ളത്. ഈ ഔട്ട്ലെറ്റിൽ നിന്ന് സെയിൽ ചെയ്യണ ഏതൊരു പ്രോഡക്റ്റിൻ്റെയും ക്വാളിറ്റി, അതിൻ്റെ മാനുഫാക്ചറിങ്, അതിൽ ആഡ് ചെയ്യണ ഇൻഗ്രീഡിയൻസ് ഇതെല്ലാം കറണ്ട് ആയിരിക്കും. പ്രത്യേകിച്ച് ഞാൻ പറയുന്ന ഒരു ക്വാളിറ്റി ഇതിനെപ്പോഴും കാണും. നിങ്ങൾക്കത് കണ്ടും മനസ്സിലാക്കാനും പറ്റും. ഇപ്പോഴും എല്ലാവർക്കും ഒരു ഡൗട്ട് കാണും, ഈ പില്ലറും ഈ വാളും ഈ കോൺക്രീറ്റും ഒക്കെ എന്തിനാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഇതെല്ലാം തുടർന്ന് വരുന്ന അപ്ഡേറ്റിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് നമ്മൾ റോഡ് സൈഡിൽ നിന്ന് വണ്ടി നിർത്തി കൈയെത്തി വാങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇനിയും ഇൻകംപ്ലീറ്റ് ആയിട്ട് നിറയെ വർക്ക് ബാലൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ചെയ്യണ വർക്കിംഗ് വീഡിയോസ് എല്ലാം അപ്ഡേറ്റ് ചെയ്യണതായിരിക്കും. ഒരു പ്ലേസ് മാത്രം ഫോക്കസ് ചെയ്തല്ല ഇവിടെ വർക്ക് നടക്കുന്നത്. എബോ ഒരു 30 പ്ലേസസ് തന്നെ ഔട്ട് സൈഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ സ്ഥലത്തും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് നമ്മൾ കർട്ടൻ ക്രീപ്പറാണ് ഫെൻസിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഗ്രോത്ത് പീക്ക് ലെവലിലോട്ട് എത്തണതേ ഉള്ളൂ. ഔട്ട്ലെറ്റിൽ നിന്ന് നേരെ ഇറങ്ങുന്നത് വെജിറ്റബിൾ ഗാർഡനിലേക്കാണ്. അവിടെ നിന്ന് നമ്മൾ നേരെ ഫ്രണ്ട് ഗാർഡനിലേക്ക് വരും. അപ്പോൾ അവിടെ ഒരു ചെറിയ സിറ്റിംഗ് പ്ലേസ് അറേഞ്ച് ചെയ്യണമുണ്ട്. നെക്സ്റ്റ് വീഡിയോ അത് വാച്ച് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ആൾ. ബൈ ബൈ.